ഹലോ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ചൂടെല്ലാം കൂടുതലാണല്ലോ, അപ്പോൾ നമ്മളെ കോഴികൾക്കെല്ലാം പല തരത്തിലുള്ള അസുഖങ്ങളും വരുന്നൊരു സമയം കൂടിയാണിത്. ചൂട് സമയത്താണ് കൂടുതലായിട്ടും കോഴി വസന്തിയും അതുപോലെ തന്നെ ഈ ഫോൾ പോക്സ് ഒക്കെ വരുന്നൊരു സമയം. അപ്പോൾ ഈ സമയം എന്ന് പറഞ്ഞത് കോഴികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ടൈമും കൂടിയാണ് കേട്ടോ. കോഴി വസന്ത പോലത്തെ അതിമാരകമായ രോഗമെല്ലാം പിടിപെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ വീട്ടിലെ എല്ലാ കോഴിയും തുടച്ച് നീക്കാണ്ട് ആ അസുഖം പിന്നെ പോവില്ല കേട്ടോ. അപ്പോൾ അതെല്ലാം വരാണ്ട് സൂക്ഷിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ എൻ്റെ കോഴികളെ തുറന്നു വിട്ട് വളർത്തുന്നതുകൊണ്ട് എനിക്ക് ഇവരുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്തു കൊടുക്കേണ്ടി വരത്തില്ലേ. തുറന്നു വിട്ട് വളർത്തുന്നതെന്ന് വെച്ചിട്ട് ഇവർക്ക് അസുഖങ്ങൾ വരാണ്ടുമില്ല. ഫോൾ പോക്സ് പോലുള്ള അസുഖങ്ങളെല്ലാം വന്നിട്ടുണ്ട്, പക്ഷെ പെട്ടെന്ന് തന്നെ മാറിയിട്ടുമുണ്ട്. പിന്നെ എനിക്കുള്ളത് കുറച്ച് കുഞ്ഞു കോഴികളാണ്. ഈ വലിയ കോഴികൾക്ക് പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ഇങ്ങനെ ഇളക്കി വിടുന്നതുകൊണ്ട് അവർ എങ്ങനെയും കയറ്റി എന്തെങ്കിലും ആയിട്ടെല്ലാം കൊത്തിപ്പെറുക്കി തിന്നുന്നതുകൊണ്ട് അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് തീറ്റ ചിലവൊന്നും വരുന്നില്ല. പക്ഷെ കുഞ്ഞുങ്ങളെ എന്താ പറയുക കൂട്ടിൽ തന്നെ ഇട്ട് വളർത്തുന്നതായതുകൊണ്ട് നമുക്കത് കുഞ്ഞുങ്ങൾക്കുള്ള തീറ്റ എന്തായാലും ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ. തീറ്റേൻ്റെ കാര്യം പോലെ തന്നെ അവർക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിലും കുറേയെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ പരമാവധി അസുഖങ്ങളെല്ലാം വരുന്നത് ഇല്ലാണ്ടാക്കാൻ കഴിയേ. ഞാൻ കോഴികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നത് വെള്ളം കൊടുക്കുന്ന കാര്യത്തിലാണ് കേട്ടോ. ഈ വേനൽ സമയം കൂടുതലായിട്ടും കോഴികൾക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കണം. കൂടുകളിൽ ഇതുപോലെ അടച്ചിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിൽ അവരെ കൂടിൻ്റെ ഉള്ളിൽ ഫുൾ ടൈം വെള്ളം ഉണ്ട് എന്നുള്ള കാര്യം മാത്രം ഉറപ്പ് വരുത്തണം. തീറ്റ ഫുള്ളായിട്ടില്ലെങ്കിലും ഫുൾ ടൈമും നമ്മൾ കൂട്ടിനുള്ളിൽ വെള്ളം ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പ് വരുത്തിയെടുക്കണം. അതുപോലെ തന്നെ ഞാൻ ആ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിൽ ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പച്ചിലകളുണ്ടല്ലേ, പച്ചമരുന്നിൻ്റെ തുളസി ആയാലും പനിക്കൂർക്ക ആയാലും പച്ചമഞ്ഞൾ, ഇഞ്ചി അതുപോലെയുള്ള സാധനങ്ങളെല്ലാം ഇട്ടിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളമാണ് ഞാൻ ഇവർക്ക് കുടിക്കാൻ കൊടുക്കുന്നത്. ആ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം ഇതുപോലെ കുറച്ചെടുത്തിട്ട് അതിലൊരു ഐസ് ക്യൂബോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ടേ ഞാൻ കൊടുക്കലുള്ളൂ. ചൂടോടെ ഒന്നും കൊടുക്കാൻ നിൽക്കില്ല. നല്ല തണുപ്പ് സമയത്താണ് ഞാനൊരു ഇളം ചൂടോടെ കോഴികൾക്ക് രാവിലെ ഈ വെള്ളം കുടിക്കാൻ കൊടുക്കുന്നത്. ആ സമയത്ത് നമുക്ക് ഈ കഫക്കെട്ട് പോലുള്ള അസുഖങ്ങൾക്കെല്ലാം ഇളം ചൂടോടെ തന്നെ കുടിക്കാൻ കൊടുക്കുന്നത് നല്ലതാണ്. വായിലെല്ലാം കവെല്ലാം ഉണ്ടെങ്കിൽ വേഗം പോയി കിട്ടാൻ വേണ്ടി നല്ലതാണ്. അതുപോലെ എൻ്റെ കോഴികൾ പുറത്തിളക്കി വിടുന്ന കോഴികളാണെന്ന് പറഞ്ഞല്ല, അപ്പോൾ കൂട്ടിൻ്റെ ഉള്ളിൽ വളർത്തുന്ന ചെറിയ കോഴികളുണ്ട്. അവരെ എന്തായാലും പുറത്തേക്ക് വിടാൻ കഴിയില്ല. കീരിയും കാക്കയെല്ലാം ആയിട്ട് ഒരുപാട് ശത്രുക്കളുണ്ട് അവർക്ക്. അപ്പോൾ അവരെ ഇപ്പോഴൊന്നും പുറത്തേക്ക് വിടില്ല. അവർക്ക് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം കുടിക്കുന്ന വെള്ളത്തിൻ്റെ അകത്ത് ഒസോമിൻ കൊടുക്കലുണ്ട്. കുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യത്തോടെ വളരാൻ വേണ്ടിയിട്ട് ഈ മൾട്ടി വിറ്റാമിൻ സപ്ലിമെൻറ്റ് ഏതായാലും കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ കൂട്ടിലിട്ട് വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലത്തെ കൂടെല്ലാണെങ്കിൽ കൂടൊന്ന് നനച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ല ചൂടാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇതുപോലത്തെ കൂടലുള്ളവർ കൂടിൻ്റെ നിലംഭാഗമൊന്ന് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ്. രാവിലെ കോഴികളെ തുറന്നിളക്കുന്നതിന് മുന്നേ നിലയിലൊന്ന് നനച്ചിട്ട് കഴിഞ്ഞാൽ എന്തായാലും ഉച്ചയെല്ലാകുമ്പോഴത്തേക്ക് നല്ല വെയിലടിക്കുന്ന സമയത്തേക്ക് കുറേയെല്ലാം ആറിക്കിട്ടും. എന്നാൽ കോഴികൾക്ക് ഈ ചൂട് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സെല്ലാം കുറക്കാൻ വേണ്ടി കുറേയെല്ലാം നല്ലതാണ് കേട്ടോ ഇങ്ങനെ നിലയെല്ലാം നനച്ചിട്ട് കൊടുക്കുന്നത്. കോഴികൾ അവരുടെ ശരീരത്തിൽ ചൂട് കുറക്കാൻ വേണ്ടിയിട്ടെല്ലാം ഈ മണ്ണിൽ കിടന്നിട്ട് ഇങ്ങനെ കുളിക്കൽ, മണ്ണിലിങ്ങനെ കിടന്ന് കുളിക്കലിന് കാണുന്നുണ്ടല്ലോ, ചിറകിട്ടടിച്ച് മണ്ണെല്ലാം ഇങ്ങനെ തെറിപ്പിച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് ഈ മണ്ണ് ലേശം നനഞ്ഞിട്ടും കൂടി ഉണ്ടെങ്കിൽ അവർക്ക് ആ ചെയ്യുന്നതിൽ കുറച്ചും കൂടെ ആശ്വാസം കിട്ടും ചൂടിൻ്റെ അകത്തുനിന്നല്ല. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് കേട്ടോ നിലം ഒന്ന് നനച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നത്. പിന്നെ ഇതുപോലെ കുഞ്ഞിക്കോഴികളുടെ തീറ്റ ചിലവ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടർ തന്നെയാണ് ചെറുതിലെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവനിപ്പോൾ ഒറ്റൊരുത്തനേ ഉള്ളൂ, ഇവൻ്റെ കൂട്ടത്തിലുണ്ടായവരെല്ലാം കൊടുത്തു. അപ്പോൾ ഇവനിപ്പോൾ പൂവനാണ്, അത് ബാക്കിൽ മാറൂല. കൂട്ടിനടുത്തേക്കെല്ലാം വരുമ്പോൾ ഓടി ഓടി ബാക്കിലേ വരും. ഇവനെ ഞാനിപ്പോൾ പുറത്തിളക്കിയിട്ടാണ് വളർത്തുന്നത്. ഇത് ഒറ്റക്കായതുകൊണ്ട് കൂട്ടിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇടണ്ടേന്ന് വെച്ചിട്ട് ഇനിയിപ്പോൾ പുറത്തിളക്കിയിട്ടായില്ല. വലിയ കോഴികളുടെ കൂടെ തന്നെ അങ്ങനെ ഒന്നിച്ചങ്ങനെ മേഞ്ഞ് നടക്കുന്നതെല്ലാം ഉണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് സ്റ്റാർട്ടർ കൂടാണ്ട് BSF ലാർവേൻ്റെ കുഞ്ഞുങ്ങളെയാണ് ഞാൻ പിന്നെ കൊടുക്കുന്ന തീറ്റ എന്ന് പറയുന്നത്, തീറ്റ ചിലവ് കുറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു പ്രോട്ടീൻ തീറ്റയും കൂടിയാണ്. നമ്മൾ പുറത്തൊന്നും ഇറക്കി വിടാത്ത കുഞ്ഞുങ്ങൾക്കെല്ലാം ഇതുപോലെ പ്രോട്ടീൻ തീറ്റയെല്ലാം കൊടുക്കാൻ കഴിഞ്ഞാൽ അവർ നല്ല ഉഷാറായിട്ട് പെട്ടെന്ന് നല്ല ആരോഗ്യത്തോടെ തന്നെ വളരുക. പെട്ടെന്നൊന്നും വലിയ അസുഖങ്ങളൊന്നും പിടിപെടാണ്ട്. അപ്പോൾ ഈ ചൂട് സമയത്ത് അവരുടെ തീറ്റയിൽ കുറച്ചധികം തന്നെ ഇലവർഗ്ഗങ്ങളെല്ലാം ചേർക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. എന്താ പറയുക, ഈ വാഴപ്പിണ്ടി പോലത്തെ സാധനമെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അതിൽ ഒരുപാട് ജലാംശം ഉള്ളതാണ്. പിന്നെ പച്ചക്കറി കടകളിലെല്ലാം കിട്ടുന്ന വേസ്റ്റും അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ എല്ലാം വേസ്റ്റെല്ലാം കൊടുക്കാൻ കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ഒരുപാടധികം വെള്ളത്തിൻ്റെ അംശമുള്ള പോലെ തണ്ണിമത്തനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കുന്നത് നല്ലതാണ്. വെള്ളം മാത്രം കൊടുക്കുന്നതിനെക്കാട്ടിലും അതാകുമ്പോൾ അവർക്ക് കഴിക്കാനും എന്തെങ്കിലും ആയി വെള്ളത്തിനും ആയല്ല. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും കൂട്ടിൽ സ്ഥിരമായിട്ട് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ എന്തെങ്കിലും ഇതുപോലെ ഇലയെല്ലാം തൂക്കിയിട്ട് കൊടുക്കുക. ഞാൻ അങ്ങനെ ചെയ്യല്, തൂക്കിയിട്ട് കൊടുക്കലാണ്. മുറിച്ചിട്ട് കൊടുക്കൽ കുറവാണ്. തൂക്കിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരവരെ സമയം പോലെ തിന്നോട്ട് വെച്ചിട്ട് മുറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വേഗം വാടിത്തീരും പോലെ ഉണ്ടാവും. അവരങ്ങനെ തിന്ന് തീർക്കലും കുറവാണ്. അവർക്ക് ഇതുപോലെ കൊത്തി തിന്നാനാണ് ഇഷ്ടം. മുറിച്ചിട്ട് കൊടുക്കുന്നതിനെക്കാട്ടിലും അങ്ങനെ കെട്ടി തൂക്കി കൊടുക്കുന്നതിലും കൊത്തി തിന്നാനാണ് ഇഷ്ടം. അതുകൊണ്ട് അങ്ങനെ ഞാൻ ചെയ്യലേ. കൂട്ടിലടച്ചിട്ട് വളർത്തുന്നവരെല്ലാം പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയെല്ലാമാണ്. എന്താ പറയുക, നമ്മളെ
കൂട് നനച്ചിടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ തീറ്റയിൽ കൂടുതലായിട്ട് ഇതുപോലെ വെള്ളത്തിൻ്റെ അംശമെല്ലാം കൂടുതലുള്ള സാധനങ്ങൾ ചേർക്കാൻ ശ്രമിക്കുക. ഞാൻ ഈ സമയം അങ്ങനെ കൂടുതൽ ഡ്രൈ ആയിട്ടുള്ള തീറ്റയൊന്നും കൊടുക്കലില്ല. സ്റ്റാർട്ടർ ആയാലും കൂടെ ഒന്ന് നനച്ചിട്ടേ കൊടുക്കലുള്ളൂ. സ്റ്റാർട്ടർ ഇതുപോലെ തവിടും തേങ്ങാപ്പിണ്ണാക്കെല്ലാം മിക്സ് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. ഇന്നിപ്പം വെയിൽ കുറവാണ്, ഒരു മഴക്കാറ് പോലെയുണ്ട്. അതുകൊണ്ട് തന്നെ കോഴികൾക്കെല്ലാം നല്ല തണലാണ്, നല്ല ആശ്വാസമാണ്. പക്ഷെ എന്നാലും കൂടെ ഈ വെയിലും മഴയെല്ലാം മിക്സായി വരുമ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തൂക്കം പോലുള്ള അസുഖങ്ങളെല്ലാം കാണലുണ്ട്. അപ്പോൾ അതിനെല്ലാം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ വെള്ളം തന്നെ സ്ഥിരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഒഴിവാക്കിയെടുക്കാൻ കഴിയും. ഇവരിങ്ങനെ തുറന്നുവിട്ട് വളർത്തുന്നതുകൊണ്ട് ഇവർക്ക് പ്രത്യേകമായിട്ട് അങ്ങനെ നനച്ചു ആക്കേണ്ടതൊന്നും ആവശ്യമില്ല. എവിടെ നനവുള്ളതെന്ന് വെച്ചാൽ അവരതുപോലെ തണലത്തായാലും നനവിലെടുത്തായാലും പോയി കിടക്കുവാക്കുകയെല്ലാം ചെയ്യും. അതുകൊണ്ട് എനിക്ക് എൻ്റെ കോഴികൾക്ക് അധികമായിട്ടൊന്നും ചെയ്തു കൊടുക്കേണ്ടി വരത്തില്ല. അപ്പോൾ ചൂട് കാലത്ത് കോഴികൾക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ, എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിവുള്ളവരുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്താനും കൂടെ മറക്കല്ലേ.